ഹായ് ഹലോ നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നാരായണീൻ്റെ 3 ആൺമക്കളെ കുറിച്ചാണ്. നാരായണീൻ്റെ 3 ആൺമക്കൾ. ഇന്നലെ നമ്മൾ പോയി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഉള്ള അനുഭവമാണ് പറയാൻ പോകുന്നത്. അതായത് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. 1984 MT സാറ് തിരക്കഥ എഴുതിയ പടമാണത്. സൂപ്പർ പടമാണ്, മമ്മൂട്ടി ചിത്രം. അതേപോലെ തന്നെ 85 ഇറങ്ങിയൊരു പടമുണ്ട്, പത്മരാജൻ സാറിൻ്റെ തൂലികയിൽ പിറന്ന, സംവിധാനത്തിൽ അങ്ങനെ നമ്മുടെ കാഴ്ചയിലേക്ക് വന്ന തിങ്കളാഴ്ച നല്ല ദിവസം. ആ 2 പടങ്ങളും നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും, പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. മലയാളികളേറെ കണ്ട സിനിമയാണത്. അപ്പോൾ ആ 2 സിനിമയുടെയൊക്കെ ഒരു സ്പർശം എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ടച്ച് ചെയ്യുന്നുണ്ട് ഈ നാരായണീൻ്റെ 3 ആൺമക്കളിൽ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാരണം ആ സിനിമ അതേപോലെ പറിച്ചു നട്ടുന്നല്ല, ഇത് പുതിയ കാലത്തിൽ സംഭവിക്കുന്ന കുറേ മനുഷ്യരുടെ കഥ, ഒരു വീടായി ബന്ധപ്പെട്ട് അവിടുത്തെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ ചേർത്ത് നിർത്തുന്ന, നമ്മുടെ ഹൃദയത്തിലൊന്ന് ടച്ച് ചെയ്യുന്ന, നമ്മളൊന്ന് സ്പർശിക്കുന്ന, നമ്മളെ അടുത്തറിയുന്ന മനുഷ്യ ബന്ധങ്ങളുടെ ഒരു ചേർത്ത് നിർപ്പായി നിൽക്കുന്ന നല്ലൊരു കുടുംബ ചിത്രം. അതാണ് നാരായണീൻ്റെ 3 ആൺമക്കൾ. ഇന്നത്തെ സാഹചര്യത്തിൽ ഇതിലെ ഈ കഥാപാത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും, ഇതിലെ കഥാപാത്രങ്ങൾ ഓരോന്നും അപരിചിതരല്ല എന്ന് തോന്നും. കാരണം നമ്മൾ കണ്ടിട്ടുള്ളതും നമ്മുടെ അയൽപക്കങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതും ഒരുപക്ഷെ ഇങ്ങനെയുള്ള മനുഷ്യരുടെ കഥകൾ നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലായിട്ട് നാട്ടുകാരുടെ ഇടയിലൊക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ തരത്തിലുള്ളൊരു കഥയെ, സ്പർശിക്കുന്ന കഥയെ നല്ല രീതിയിൽ ശരൺ വേണുഗോപാൽ എന്ന ആ മനുഷ്യൻ കൃത്യമായ രീതിയിൽ സമന്വയിപ്പിച്ച് നമ്മളിലേക്ക് തന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തൂലികയിൽ പിറന്ന, അദ്ദേഹമാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നത്, സംവിധാനം ചെയ്തിരിക്കുന്നത് ശരൺ വേണുഗോപാൽ. അടിപൊളി, സൂപ്പറായിട്ടുണ്ട് മച്ചാനെ. നല്ലൊരു പടമാണ്, അടിപൊളിയാണ്, എനിക്കിഷ്ടമായി. അതേപോലെ തന്നെ ഈ സിനിമയിൽ നല്ല മ്യൂസിക് ഉണ്ട്. രാഹുൽ രാജിൻ്റെ സംഗീതത്തിൽ പിറന്ന നല്ല മ്യൂസിക്. ആ മ്യൂസിക് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നും. അതേപോലത്തെ മ്യൂസിക്കാണ്, അതായത് വെച്ചാൽ ആ സിനിമയുമായി ചേർന്ന് നിൽക്കുന്ന നല്ല മ്യൂസിക്കാണ് രാഹുൽ രാജ് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ 3 ആൺമക്കളെ കുറിച്ച് പറയാം. ഈ 3 ആൺമക്കളിൽ മൂത്ത മകൻ വിശ്വനാഥൻ, അത് അലൻസിയറാണ് ചെയ്തിരിക്കുന്നത്. 2ാമത്തെ മകനാണ് ജോജു ജോർജ്, അദ്ദേഹം സേതു എന്ന ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ പേര് സേതു എന്നാണ്. 3ാമത്തെ മകനാണ് സുരാജ് വെഞ്ഞാറമ്മൂട്, അദ്ദേഹം ചെയ്തിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് ഭാസ്കർ എന്നാണ്. അങ്ങനെ 3 ആൺമക്കളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മലയാളി പ്രേക്ഷകരെ ഒന്നടങ്കം തിയേറ്ററിലേക്ക് മാടി വിളിക്കുകയാണ് നാരായണീൻ്റെ 3 ആൺമക്കൾ. ഈ സുരാജിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് ഷെല്ലിയാണ്. മികച്ച അഭിനയം, ഷെല്ലിയൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് സജിത മഠത്തിൽ ഇതിൽ നല്ല രീതിയിൽ നല്ല വേഷത്തിൽ അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. കുറച്ച് നേരമൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ സജിത മഠത്തിൽ, പക്ഷേ സജിത മഠത്തിൽ നിന്ന് എടുത്തു പറയണം. പിന്നെ ഒരാളും കൂടിയുണ്ട്, ഗാർഗി ആനന്ദിൻ്റെ ഒരു ബ്രില്യൻസ് ആണ് ഈ സിനിമയിൽ. ഗാർഗി ആനന്ദിന് ഇനിയും നല്ല ഒരുപാട് ചിത്രങ്ങൾ കൈവരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ആനന്ദം സിനിമയിലെ നായകനായിട്ട് അഭിനയിച്ച മാത്യു ഉണ്ടല്ലോ, മാത്യുവിൽ കിടുക്കിയിട്ടുണ്ട്, അടിപൊളി അഭിനയം. അപ്പം അങ്ങനെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചമായിട്ട് രീതിയിൽ അഭിനയിച്ച് നല്ലൊരു കുടുംബചിത്രത്തെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു കാറ്റ് പോലെ അടിച്ചു കയറുകയാണ്. ഒരു നല്ലൊരു വശ്യമായിട്ടുള്ളൊരു കഥ പറഞ്ഞു പോകുന്ന. പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയണം, ഇതിൻ്റെ സീനുകളൊക്കെ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ക്യാമറ വർക്ക് ചെയ്ത, സിനിമോട്ടോഗ്രാഫി ചെയ്ത നമ്മുടെ അപ്പു പ്രഭാകരന് സല്യൂട്ട്. അപ്പു പ്രഭാകരൻ്റെ അടിപൊളിയാണ്. കാരണം ഈ സിനിമയിൽ നല്ലതുപോലെ നാരായണീൻ്റെ ആൺമക്കൾ എന്ന് പറഞ്ഞ ഈ ചിത്രത്തിൽ ആ വീട് നല്ലൊരു കഥാപാത്രമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. അത്രയേറെ ഭംഗിയുള്ള ഷോട്ടുകളാണ് ഇതിലെടുത്തിട്ടുള്ളത്. ജിത്തു പയ്യന്നൂരാണ് ഇതിൻ്റെ മേക്കപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ ഗുഡ്വിൽ എൻ്റർപ്രൈസാണ് നമ്മുടെ മുന്നിലേക്ക് സിനിമ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അറിയാലോ, അടിപൊളിയായിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ സൂപ്പറായി മാറി. പിന്നെ നമുക്ക് ബോംബിടുന്ന സിനിമ വേണം, അതുപോലെ തന്നെ വെടിച്ചില് BGM ഉള്ള സിനിമ വേണം, അതേപോലെ തന്നെ ഇടിപെട്ട് ഫൈറ്റ് വേണം, ആക്ഷൻ വേണം, ഓടിച്ചിട്ട് കുത്തിക്കൊന്ന് ചോര തെറിപ്പിച്ചുള്ള പരിപാടി വേണം. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഒന്നും അത് പ്രതീക്ഷിച്ച പോലെ കിട്ടില്ല. കാരണം അതൊന്നും ഈ സിനിമയിലില്ല. ഈ സിനിമയിൽ നല്ല പക്വമായ രീതിയിൽ പക്വതയാർന്ന തിരക്കഥയുണ്ട്. അപ്പോൾ ഇതിൻ്റെ സംവിധായകൻ ശരൺ വേണുഗോപാലിന് ബിഗ് സല്യൂട്ട്. കാരണം അടിപൊളി എഴുത്തിലൂടെ, അടിപൊളി തിരക്കഥയിലൂടെ, നല്ല സംവിധാനത്തിലൂടെ അദ്ദേഹം ഈ നല്ല സിനിമയെ നമുക്ക് കയ്യിലേക്ക് ഇങ്ങനെ കൈനീട്ടം പോലെ തന്നേക്കാണ്. പിന്നെ ജ്യോതി സ്വരൂപാണ് ഇതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. അടിപൊളി ജ്യോതി സ്വരൂപ്, സൂപ്പറായിട്ടുണ്ട്, നല്ല സിനിമയാണ്, എനിക്ക് ഇഷ്ടമായി. നാരായണീൻ്റെ 3 ആൺമക്കൾ ഇപ്പോൾ സൂപ്പർ സിനിമയാണ്, എല്ലാവരും പോയി കാണണം. നല്ലൊരു കുടുംബചിത്രമാണ്, എൻ്റെ ഫുൾ സപ്പോർട്ടും. ഓക്കെ.